മുത്തുനബിയോട് ഒരു സഹാബി ചോദിച്ചു, റബ്ബി അവിടെ നിന്ന് ചോദിച്ചു, നബിയെ, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ നന്നാവാൻ ഒരു വഴി പറഞ്ഞതാ, പോയിട്ട് കബറും കാട്ടി പോകാനാ പറഞ്ഞ. പള്ളിക്കാട്ടി പോമോനെ, ഉമ്മമാരെ, പെണ്ണുങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഒന്ന് കേറണം കേട്ടാ. മുത്തുനബിയാ പറഞ്ഞേ, നിന്നെ പോലെ സ്വർണ്ണം വിട്ടുകൊണ്ടിരുന്ന ഒരു പെണ്ണ് മരിക്കുമ്പോ അവളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ കയറ്റുമ്പോ നീയും കൂടെ കേറി നോക്കണം. അല്ലാഹ് സുബ്ഹാനല്ലാഹ്, എല്ലാ ഊരി എടുത്തിട്ട് ഇങ്ങനെ കിടത്തിയിരിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സമയം 11:30 ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരോട്, അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഈ മദ്രസയുടെ കടം വീട്ടാൻ നിന്നെ കൊണ്ടെന്തു പറ്റും, നിങ്ങളെ കൊണ്ട് എന്തു പറ്റും, അത് കൊടുക്കാനുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മുത്തുനബിയെ സ്വപ്നം കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. മരിക്കുന്നതിന് മുമ്പ് അസ്റഫുൽ ഖൽഖായ മുത്തുനബിയെ ഒന്ന് കാണണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹണ്ട ഉണ്ടെങ്കിൽ ആ കസേര എടുത്തുകൊണ്ട് ഫ്രണ്ടി വാ. ആഗ്രഹമുള്ളവരൊക്കെ ഇനി ഫ്രണ്ടിലോട്ട് വാ. ഞാൻ പറഞ്ഞുതരാം ഒരു വഴി. അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാനുള്ള ഒരു വഴി പറഞ്ഞുതരാം. പെട്ടെന്ന് വന്നു. എഴുന്നേക്ക് കാക്ക. വാ, ഇങ്ങോട്ട് വാ. പുറത്തിക്കണവരൊക്കെ നിർത്തി, ഞാൻ നിർത്തി, വാ, കഴിഞ്ഞു. വാ, അൽഹംദുലില്ലാ. ആ 3 ചങ്ങാതിമാര് നിട്ടുവാണോടാ, 3 ഇറങ്ങും. ഇങ്ങോട്ട് കയറി. സംഘാടകരൊക്കെ കയറിക്കോ. ഇൻഷാല്ലാ, പോണ്ടതൊക്കെ പോ. താത്തമാരൊക്കെ മുകളിൽ ഇരിക്കണവരെന്താ VIP കളാ, സ്ഥലം ഉണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങിക്കോ. ഇൻഷാല്ലാ, എല്ലാരും ഫ്രണ്ടിൽ കസേര ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. ഇങ്ങോട്ട് വാ. അല്ലാ പടച്ചോനെ, ഇങ്ങോട്ട് കയറിയിരിക്കറോ. വാപ്പ ഇങ്ങ് കയറി. വാപ്പ നിങ്ങൾ കയറിയ പുറകിരിക്കണം, മലക്ക് കയറും. നിങ്ങൾ കയറി. ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. ഈ ഫാൻ നിർത്തിയ ഇനി കുറച്ചു നേരം ഓഫാക്കിയ സൗണ്ട് അങ്ങ് തീരുമല്ലോ. ആ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന അനിയ ഇരിക്കടാ മോനെ, ഇരുന്നോ, നീ അങ്ങ് ഇരുന്നോ. കസേര ഇല്ലെങ്കിൽ കുഞ്ഞിനെ തോളിയെടുത്തോ. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുത്തുനബിയെ കാണണോ? ആഗ്രഹമുണ്ടോ? പറയറോ, ആഗ്രഹമുണ്ടോ? ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞ് ഓതിയാൽ മരിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖായ തങ്ങൾ മദീനത്ത് പച്ച കുബ്ബയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബി നിന്റെ കൂരയിൽ ഇങ്ങോട്ട് വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നീ അങ്ങ് വരെ പോണ്ട. പൈസ മുടക്കി മടിയല്ലേ അവിടെ വരെ പോവാൻ. പൈസ മുടക്കിയിട്ട് അവിടെ വരെ പോകാൻ നമുക്ക് മടി. എന്നാ അവിടെ കിടക്കുന്ന മുത്തുനബി നിന്റെ വീട്ടിൽ വരും. ഈ ആയത്ത് ഈ നാളെ മുതൽ ഓതാൻ തുടങ്ങും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? നിനക്ക് ഇൻഷാ അല്ലാഹ് പറയാൻ മടി ലേ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. അല്ലാഹു അഅലം. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബിയെ സ്വപ്നം കാണണമെങ്കിൽ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതാ മനസ്സുള്ളവരൊക്കെ കൈപൊക്ക്. അൽഹംദുലില്ലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ വഅദ് നിർത്തുകയാണ്. വഅദുകൾക്ക് കുറവൊന്നുമില്ല. ആവശ്യത്തിനും ഒരുപാട് വഅദുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഈ മദ്രസയിൽ എല്ലാ ദിവസവും രാവിലെ ഒരു ഫാത്തിഹ ഓതൂല്ലേ? ഇത് പറയാൻ മടിയെന്താ? ഓതൂല്ലേ? പിടുന്ന സമയത്ത് ഒരു 3 സ്വലാത്ത് പറയൂ. ഈ ബിൽഡിംഗ് പണിയാൻ വേണ്ടി ആരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്? ഉസ്താദ്, ബിൽഡിങ്ങിന്റെ പണി കഴിതല്ലോ, ഇനി കടവല്ലേ? നിനക്ക് കിട്ടും വാപ്പാ. ഈ പള്ളി മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടി 1 രൂപ നീ കൊടുത്തിട്ടുണ്ടോ? ആ സ്വലാത്തിന്റെയും ആ ഫാത്തിഹയുടെയും പ്രതിഫലം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വെള്ളിയാഴ്ച ഒഴികെ, അന്ന് മദ്രസയിലല്ല, വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 2 ഫാത്തിഹ 6 സലാത്ത്. അതിന്റെ പ്രതിഫലം ഈ ബിൽഡിംഗ് നിലനിൽക്കുന്ന കാലത്തോളം നിന്റെ ഖബറിലേക്ക് ഒഴുകി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഇവിടെ നിന്നുള്ള പ്രതിഫലം എല്ലാ ദിവസവും നിന്റെ ഖബറിലെത്തും.
അതുകൊണ്ട് സഹോദര, നീ വീട്ടിൽ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നിന്റെതാ അല്ല. മനസ്സിലാക്കേണ്ടത് എന്റെ സമ്പാദ്യം ഏതാണെന്നറിയാം. എന്റെ സമ്പാദ്യം ഞാൻ ഇന്ന് വരെ ആർക്കൊക്കെ ഞാൻ സദഖ കൊടുത്തിട്ടുണ്ടോ അത് എന്റെ സമ്പാദ്യം. വീട്ടിൽ വെച്ചിരിക്കുന്നത് എന്റെ സുമയ്യയ്ക്കും എന്റെ 2 മക്കൾക്കും ഉള്ളതാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഇന്ന് രാത്രി മരിച്ച ഇത്രയും കാലം എന്റെ ജോലി എന്റെ പെണ്ണുപിള്ളയുടെയും മക്കളുടെയും സമ്പത്ത് സൂക്ഷിപ്പ് ATM ഞാനതാണ്. ഞാൻ എന്റെ വീടിന്റെ ATM. ഞാൻ എന്റെ വീടിന്റെ ATM. നിങ്ങളും ഒരു വീടിന്റെ ATM. സഹോദരങ്ങളെ, വെറും ATM ആയി മാത്രം ഇരിക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാനും മക്കളെ വളർത്തുന്നുണ്ട്, നിങ്ങളും മക്കളെ വളർത്തുന്നുണ്ട്. പടച്ചവനെ മക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന വാപ്പ, ഇത്രയും കാലം നീ ആർക്ക് വേണ്ടിയാ ജീവിച്ചേ? നിന്റെ മോനും മോക്കും വേണ്ടിയല്ലേ? ഭാര്യ, മക്കൾ, കൂടപ്പുറപ്പുകൾ, കുടുംബക്കാർക്ക് ഇത്രയും കാലം ജീവിച്ചു എന്ന ഈ ഇരിക്കണ വാപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, നീ മരിച്ച ഈ പറയുന്ന മോൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മയ്യത്ത് കുളിപ്പിക്കും? വാപ്പ മരിച്ചാൽ വാപ്പ നീ സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിക്ക്, ഞാൻ നിന്റെ വളർത്തു മകനാ. നീ ചിന്തിക്ക്, ഞാൻ മോനെ പോലെ ചോദിക്കാം. നീ ചിന്തിക്ക്, നീ ഇന്ന് രാത്രി മരിച്ച നിന്റെ മയ്യത്ത് ഇന്ന് രാത്രി നിന്റെ വീടിന്റെ പുറകിലേക്ക് എടുത്ത് കുളിപ്പിക്കാൻ വെക്കുമ്പോ ഇത്രയും കൊല്ലം നീ വളർത്തിയ നിന്റെ മകൻ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമോ ഇല്ലേ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് ചിന്തിക്കും, ഉമ്മ നിന്റെ മയ്യത്തെടുത്ത് വെച്ച നിന്റെ മോള് കുളിപ്പിക്കാൻ കൂടുപോയില്ലേ? നിന്റെ മയ്യത്ത് നാളെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ ഇവിടത്തെ ഖതീബ് ഉസ്താദ് ഇമാമത്ത് നിൽക്കാനോ അതോ നിന്റെ മോ നിൽക്കോ? പിന്നെന്തിനാ ഒരുത്തനെ വളർത്തി? ഇത്രയും കാലം നീ കഷ്ടപ്പെട്ട് ഒരുത്തനെ വളർത്തിയത് പള്ളിയിലെ ഖതീബ് ഇമാമത്തിക്കാൻ. പിന്നെന്തിനാ നീ പെറ്റത്? നീ എന്തിന് ഇത്രയും കാലം ഒരുത്തനെ വളർത്തി? മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ പോലും അറിയാത്ത ഒരു മകനെ നീ എന്തിനെ വളർത്തി? പള്ളിക്കാട്ടിലെ ഖബറിന്റെ ചാരത്ത് വന്ന് കാണാതെ ഒരു യാസീൻ ഊതിയിട്ട് നിനക്ക് ദുആ ചെയ്തിട്ട് സ്വർഗം കിട്ടണേ എന്ന് ദുആ ചെയ്യാൻ അറിയാത്ത ഒരുത്തനെയാ വളർത്തിയതെങ്കിൽ നാണമില്ലേ വാപ്പ? നീ ചിന്തിക്ക്, ഈ 30, 40, 50 കൊല്ലം നീ പട്ടിണി കിടന്ന് നിന്റെ ആയുസ് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരുത്തനെയാ വളർത്തിയതെങ്കിൽ നിനക്കെന്തു പ്രയോജനമുണ്ട്? നീ മരിച്ച പാപ്പാടെ ഖബർ എവിടാണെന്ന് ചോദിച്ചാ പോലും ഇന്നത്തെ മക്കൾക്കറിയില്ല. സഹോദര. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി, എനിക്കല്ലല്ലോ. ഇത് നിങ്ങളുടെ നാട്ടിലെ മദ്രസ. ഈ മദ്രസയ്ക്ക് നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. കൊടുക്കാത്തവന്മാരുടെ മുഴുവനും പോകും. സക്കാത്തും സദഖയും കൊടുക്കാത്തവന്റെ സമ്പാദ്യം 7 രീതിയിൽ നശിക്കുമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് എഴുതി വെച്ചോ. അബൂബക്കർ തങ്ങളാ പറഞ്ഞേ, സദഖയും സക്കാത്തും കൊടുക്കാത്തവന്റെ സർവ്വതും പോകും. വല്ലവനും കൊടുക്കുന്നതിനേക്കാളും നല്ലത് നിനക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തു. അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുകയാ, മോളെ, നീ പറയും പ്രസവത്തിന് മരണവേദനയാണ്. അതിനേക്കാളും വലിയ വേദനയാവും മരണവേദന. മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, മുത്ത് നബിയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം നിങ്ങൾക്കറിയോ? മരിക്കുന്നതിന്റെ തലേ ദിവസം റബീഉൽ അവ്വൽ 11 വൈകുന്നേര സമയത്ത് പ്രവാചകൻ പെട്ടെന്ന് ആയിഷ ബീവിയെ വിളിച്ചു. ആയിഷ, ഓടി വാ ആയിഷ. തന്റെ ഭാര്യ അടുത്തേക്ക് ചെന്നു. പ്രവാചകൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു 7 ദിർഹം ഇരിക്കുന്നുണ്ട്, നീ എടുത്തുകൊണ്ടുവാ. രോഗം പിടിച്ചു കിടന്നത് കാരണം മറന്നുപോയി. പ്രവാചകൻ പറഞ്ഞു, എടുത്തുകൊണ്ടുവാ ആയിഷ. ആയിഷ ബീവി ഓടിപ്പോയി. ആ 7 ദിർഹം എടുത്തുകൊണ്ടുവന്ന് കയ്യിൽ വെച്ചു കൊടുത്തു. മുത്തുനബി പൊട്ടിക്കരഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ വല്ലാതെ കരഞ്ഞു. പൈസയെ നോക്കിയിട്ട് കരയുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തിനാ നബിയെ കരയണേ? ആയിഷ, ഈ പൈസ എന്റെ വീടിന്റെ അകത്തിരിക്കുമ്പോ ഞാൻ മരിച്ച അള്ളാഹുവോട് എന്ത് പറയും? ഈ പൈസ എന്റെ വീടിനകത്തിരിക്കുന്ന സമയത്ത് ഞാൻ മരിക്കുന്നതെങ്കിൽ അള്ളാഹുവോട് ഞാൻ എന്ത് പറയും? എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ ഇത് പാവങ്ങൾ കൊണ്ടുകൊടുക്ക ആയിഷ. പറഞ്ഞു വിട്ടു ആയിഷ ബീവി. എന്നാൽ അന്ന് രാത്രി റസൂലുള്ളാഹിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല വാപ്പ, എണ്ണയില്ലാത്തത് കാരണം. അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് വിളക്കിനകത്ത് ഒഴിക്കാൻ എണ്ണയില്ലാത്തതിന്റെ കാരണം മരിക്കുന്നതിന്റെ തലേ ദിവസം വിളക്ക് കത്തിച്ചില്ല. ഈ 7 രൂപ മതിയായിരുന്നു ആ എണ്ണ മേടിക്കാൻ. 1 രൂപ പോലും സ്വന്തമായിട്ടില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ രോഗം കൂടിയിട്ട് ബോധമില്ലാതെ വീടിന്റെ അകത്ത് കിടക്കുമ്പോ ഭാര്യയും മകളും അടുത്തിരുന്ന് കരയ.
അള്ളാന്റെ റസൂൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി, തളർന്നുറങ്ങി. അപ്പോഴാ വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നുബൂവ ഇഫ്തഹിൽ ബാബ്, ആരോ വന്ന് സലാം പറയുന്നു. മുത്തുനബിയുടെ കുടുംബമേ, ഒന്ന് വാതിൽ തുറക്കുവോ? റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോള് പോയിട്ട് പറഞ്ഞു, എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്ക, എന്റെ ഉപ്പാന് സുഖമില്ല, ഒട്ടും വയ്യ, ദയവ് ചെയ്ത് നിങ്ങൾ പോയിട്ട് പിന്നെങ്ങാണോ ഒന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ വാതിലൂടെ പറഞ്ഞത് രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം കിട്ടും. അപ്പോഴും ഫാത്തിമ ഇത് തന്നെ പറഞ്ഞു, എന്റെ ഉപ്പ തളർന്ന് കിടക്ക, വേദന സഹിക്കണം, എന്റെ ഉപ്പായിക്ക് നിങ്ങൾ ശല്യം ചെയ്യാതെ പോയിട്ട് പിന്നെ വാ. പക്ഷേ മൂന്നാമതും സലാം കേട്ടപ്പോ മുത്തുനബി തന്നെ പറഞ്ഞു, മോളെ ഫാത്തിമ, വാതിൽ തുറക്കുമോളെ. ആരാ വന്നത്? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ മുന്നിൽ കടന്നു വന്നു. പ്രവാചകൻ ചോദിച്ചു, എന്നെ കാണാൻ വന്നതാണ്? അല്ല നബിയെ, അങ്ങ് അനുവാദം തന്നാ കൊണ്ടുപോകാൻ വന്നതാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം കൊടുത്തു. കാലിന്റെ വിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. അള്ളാന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാൻ തുടങ്ങി. പ്രവാചകൻ കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾ കരയുകയാണ്. അള്ളാന്റെ റസൂല് കരയാൻ തുടങ്ങി. തിരിഞ്ഞു മറിഞ്ഞു കിടക്കും, കരയുക മാത്രമല്ല, ആ റൂഹ് പിടിക്കുന്ന മലക്കിനോട് പോലും ചോദിച്ചു, ഒന്ന് പതുക്കെ പിടിക്കൂ, എനിക്ക് സഹിക്കാൻ കഴിയാനില്ല, എനിക്ക് മരണവേദന താങ്ങാൻ പറ്റുന്നില്ല, ഇസ്രായേലേ, വല്ലാത്ത വേദന, ഒന്നും മയം കാണിക്കൂ, എന്നോടൊന്ന് കരുണ കാണിക്കുമോ? ആ മലക്ക് പോലും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്കിതിനെക്കാളും മയമായിട്ട് റൂഹ് പിടിക്കാൻ അറിയില്ല നബിയെ, ഇതിനെക്കാളും എങ്ങനെ പിടിക്കേണ്ടെന്ന് എനിക്കറിയില്ല. റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേക്കും, കിടക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. തന്റെ ഭാര്യയും മകളും വെള്ളത്തിന്റെ അകത്ത് തുണി മുക്കിയിട്ട് മുത്തുനബിയുടെ ശരീരം മുഴുവനും തുടച്ചു കൊടുക്കാം. പ്രവാചകൻ പാത്രത്തിന്റെ അകത്ത് കൈയിട്ടിട്ട് വെള്ളം കോരി മുഖത്തൊഴിക്കുക, വേദന സഹിക്കാൻ പറ്റാതെ. അള്ളാഹുവെ, പ്രവാചകന്റെ മുഖം തുടച്ചു കൊടുക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹ്ദി ആയിഷ ബീവി റളിയല്ലാഹു തആല. 16-18 വയസ്സേ ഉള്ളൂ ഉമ്മ. മുത്തുനബി വഫാത്താകുമ്പോ മുത്തുനബിയുടെ ഭാര്യ ആയിഷയുടെ പ്രായം 18-16 വയസ്സാ. മുത്തുനബി ആയിഷയുടെ മുഖത്ത് നോക്കി, മക്കള് പോലും ഇല്ല സാധുവിന്. ആയിഷ ബീവിക്ക് മക്കളില്ലായിരുന്നു. നിന്നെ പോലെ പ്രസവ വേദന ഒന്നും ആയിഷ ബീവി അനുഭവിച്ചിട്ടില്ല. മുത്തുനബിയുടെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ ആ ആയിഷ എന്ന തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് മുത്തുനബി പറഞ്ഞു കൊടുത്തു, ആയിഷ, മരണത്തിന് വലിയ വേദനയാണ് ആയിഷ, ഇന്നലിൽ മൗത്തില സക്കറ, മരണത്തിന്റെ വേദന കഠിനമാണ്. മുത്തുനബി അവിടെ തന്റെ ഭാര്യയോട് പോലും ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ചിന്തിക്കും വാപ്പ, അള്ളാന്റെ റസൂലിന്റെ അവസ്ഥ ഇതായിരുന്നെങ്കിൽ എന്റെയും നിന്റെയൊക്കെ ഗതി എന്താ ചിന്തിക്കാതെ. നമ്മൾ ഒരു ദിവസം മരിക്കുമല്ലോ, കണ്ണും തെള്ളി മുഖവും കറുത്ത് പോത്ത് കടന്ന് വിളിക്കണ പോലെ വിളിച്ചു കൂവി, വായിലും പതയും നരയും ഒലിപ്പിച്ച് കിടന്ന കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ചത്തുപോകാന്ന് വെച്ചാ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ മരണത്തിന്റെ വേദന ഒരു ദിവസം ഞാനും നിങ്ങളും അനുഭവിക്കണമല്ലോ. എന്തുണ്ട് നമ്മുടെ കയ്യിൽ? നിസ്കാരമുണ്ടോ? നോമ്പുണ്ടോ? അല്ല നിന്നോട് കരുണ കാണിക്കാൻ നീ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട്? നമ്മുടെ കയ്യിലൊന്നുമില്ല. ഉമ്മ, നിന്റെ കയ്യിൽ എന്തുണ്ട് ഉമ്മ? നീ പറയും സിറാജെ, പ്രസവത്തിന് ഉമ്മ അനുഭവിച്ച നീ എന്തേ ഉമ്മ ഇങ്ങനെ ആയിപ്പോയി? വല കേൾക്കുന്നല്ലോ ഉമ്മ. നീ പറയും പ്രസവത്തിന് മരണവേദനയാണ് ഉമ്മ, നീ അനുഭവിച്ചിട്ട് എന്തേ ഉമ്മ നന്നാകാത്ത? അതാ ചോദിക്കണത്. ഇത്രയൊക്കെ അനുഭവിച്ച് 3-4 പെറ്റ ഉമ്മ മരണവേദനയുടെ പകുതി വേദന അനുഭവിച്ചിട്ട് പോലും നീയൊക്കെ നന്നാകുന്നില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാണ്? എനിക്കറിയില്ലല്ലോ പ്രസവ വേദന എന്താണ്, പക്ഷെ പേടിയുണ്ടുമ്മ, നീ അനുഭവിച്ചിട്ട് നേരെയാകുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാ മരിക്കുന്നെന്നറിയില്ല. ഓരോ മനുഷ്യന്റെ മയ്യത്തുകൾ ഞാനും നിങ്ങളും കാണുന്നു, പക്ഷെ നന്നാകുന്നില്ല. എനിക്കറിയാം, എന്റെ വാപ്പ പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ല. എന്റെ കാക്കാമാര് വാങ്ങിക്കൊടുത്ത 3 കഷ്ണം തുണി, അതല്ലാതെ എന്റെ ഉപ്പ ഒന്നും കൊണ്ടുപോയില്ല. ഒരു ദിവസം ഞാനും അങ്ങനെ പോകേണ്ടവന്. അതിനേക്കാളും വലിയ ഒരു ഉപദേശം ലോകത്തിന് തരാനില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോ, മരണം അടുക്കുമ്പോ അള്ളാഹു നിന്നോട് കരുണ കാണിക്കാൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു വെക്ക്. ഇല്ലെങ്കിൽ ഈ ജീവിതം വെറുതെയായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും കൊതിക്കണം പാപ്പ. അതാ മരണം. മയ്യത്ത് കാണാൻ വരുന്ന ഓരോരുത്തരും പറയണം, എന്തൊരു ചിരിയാ,
എന്തൊരു മരണമാകുക. നാട്ടുകാര് പറയണം വാപ്പ, അതാ മരണം. അല്ലാതെ നിന്റെ മുഖം കാണുമ്പോ പേടിച്ചിട്ട് മുഖം മക്കളെ കാണണ്ടടാ, ഉറങ്ങാൻ പറ്റൂലടാ, പേടിച്ചു പോകും എന്നല്ല മരണം. നിന്റെ മുഖം കാണുന്ന ഓരോ മനുഷ്യനും നീ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണം. അങ്ങനത്തെ ഒരു മരണം നിനക്ക് വേണമെങ്കിൽ അല്ല പറഞ്ഞു ഞാൻ തരാം. അല്ല പറഞ്ഞു ഞാൻ തരാം. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ല പറഞ്ഞു ഞാൻ തരും മരണം. അല്ല പറയുകയാ, എന്റെ മദ്രസ, എന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ, ഈ മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ ഞാൻ വലുതും ചെറുതും നോക്കാറില്ല. അല്ല പറഞ്ഞു നീ കൊടുത്തത് 10 രൂപയാണോ, 5000 ആണോ, 10000 ആണോ, സ്വർണ്ണമോതിരമാണോ, അല്ല നോക്കില്ല ഉമ്മ. നീ കൊടുത്തതിന്റെ പ്രതിഫലം നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് അല്ല നിനക്ക് കാണിച്ചു തരും. വഅബ്ശിറൂ ബിൽ ജന്ന. നിന്റെ ഉപ്പ ചിരിച്ചുകൊണ്ട് കിടന്നത് ആ സ്വർഗം കണ്ടതുകൊണ്ടാ. നിന്റെ ഉമ്മ ചിരിച്ചുകൊണ്ട് കിടന്നത്, നീ കണ്ട പല മയ്യത്തുകളും ചിരിച്ചുകൊണ്ട് കിടക്കാനുള്ള കാരണം വഅബ്ശിറൂ ബിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗം കണ്ടതുകൊണ്ടാ വാപ്പ. അല്ലാതെ ഒരു മനുഷ്യനും ആ മരണത്തിന്റെ വേളയിൽ ചിരിക്കാൻ പറ്റൂല. കാരണം റൂഹ് പിടിക്കുന്നത് 70,000 മലക്കുകളാണ്. ഒന്നും രണ്ടുമല്ല, ഒന്നും രണ്ടുമല്ല. ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയുന്നില്ല. കാരണം 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കും അനക്കാതിരിക്കാൻ. ഒന്ന് അനക്കാൻ പോലും കഴിയാതെ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു 70 മുതൽ 70,000 മലക്കുകൾ കയ്യും കാലും ഇങ്ങനെ പിടിച്ച് കെട്ടിവെക്കണമെങ്കിൽ എന്ത് അവസ്ഥയായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.